بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവായ ഇസ്ഹാഖ് നബിയുടെ മരണശേഷം കൻആൻ ആസ്ഥാനമാക്കി പ്രബോധനം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ ഈജിപ്തിൽ നിന്നും ഏതാണ്ട് 200 അകാതം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ പ്രദേശമാണ് കൻആൻ. ഇടതൂർന്നു നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചിലക്കാടുകളും നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന മലനിരകളും കൻആനിന് അള്ളാഹു കൊടുത്ത സവിശേഷതകളാണ്. ആ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബിയും കുടുംബവും താമസിക്കുന്നത്. യാക്കൂബ് നബിക്ക് 2 ഭാര്യമാരിലും 2 അടിമ സ്ത്രീകളിലുമായി 12 മക്കളുണ്ട്. ഇവരിൽ ഏറ്റവും ഇളയവരാണ് യൂസുഫും ബിന്യാമീനും. ഇരുവരുടെയും ഉമ്മയായ നബിക്ക് പ്രിയപ്പെട്ട ഭാര്യയുമായ റാഹേൽ ബിന്യാമീനെ പ്രസവിച്ച് കുറച്ച് ദിവസത്തിനകം മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫിനെയും ബിന്യാമീനെയും വളരെയധികം സ്നേഹിച്ച് കുഞ്ഞായിരുന്ന ബിന്യാമീനെ വിളിയൂട്ടുവാൻ ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഏർപ്പെടുത്തി. ആ സ്ത്രീക്ക് ബിന്യാമീൻ്റെ പ്രായത്തിൽ ബഷീർ എന്നു പേരുള്ള മകനുണ്ടായിരുന്നു. ആ സ്ത്രീയും കുഞ്ഞും യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തോടുകൂടി താമസിച്ചു. യൂസുഫിനെയും ബിന്യാമിനെയും പരിപാലിച്ചു പോന്നു. ഒരു ദിവസം രാത്രി ബിന്യാമീൻ്റെ കരച്ചിൽ കേട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉണർന്നത്. വന്നു കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച നബിയിൽ കോപവും വ്യസനവും ഇളവാക്കി. കരയുന്ന തൻ്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി അവർ സ്വന്തം കുഞ്ഞിന് പാലൂട്ടുന്ന ആ കാഴ്ച നബിയെ വല്ലാതെ വേദനിപ്പിച്ചു. അമിതമായ പുത്രവാത്സല്യം ആ പിതാവിനെ സ്വാർത്ഥനാക്കി. ഈ സ്ത്രീയുടെ കുഞ്ഞ് ഉള്ളിടത്തോളം തൻ്റെ മകനെ ശരിയാവണ്ണം ഇവർ ശ്രദ്ധിക്കുകയില്ല എന്ന തെറ്റായ ചിന്ത നബിയിൽ തോന്നി. നബി ആ കുഞ്ഞിനെ അവരിൽ നിന്ന് അകറ്റുവാനുള്ള മാർഗം നോക്കി തുടങ്ങി. ആ മാതാവ് പുറത്തേക്ക് പോയ സമയം നോക്കി ഉറങ്ങിക്കിടന്ന ബഷീറിനെ യാക്കൂബ് നബി എടുത്ത് ആരും കാണാതെ പുറത്തേക്കിറങ്ങി. നേരത്തെ പറഞ്ഞുറപ്പിച്ച 2 അടിമ കച്ചവടക്കാർക്ക് നബി ആ കുഞ്ഞിനെ കൈമാറി. കുഞ്ഞിനെയും കൊണ്ട് ആ കച്ചവടക്കാർ ആരും കാണാതെ സ്ഥലം വിട്ടു. ആശ്വാസഹൃദയവുമായി നബി വീട്ടിലേക്ക് നടന്നു. താൻ ചെയ്ത പാപം എത്ര വലുതാണെന്നും നബിക്ക് അറിയാമായിരുന്നു. മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് നബിയെ ആ തെറ്റിന് പ്രേരിപ്പിച്ചത്. അല്പസമയത്തിനുള്ളിൽ ബഷീറിൻ്റെ ഉമ്മ വീട്ടിൽ തിരിച്ചെത്തി. ഉറങ്ങിക്കിടന്നിരുന്ന തൻ്റെ മകൻ്റെ അടുത്തേക്ക് അവർ ചെന്നു. എന്നാൽ തൻ്റെ മകനെ അവിടെ ഒന്നും കണ്ടില്ല. എല്ലായിടത്തും ഉമ്മ കുഞ്ഞിനെ തിരഞ്ഞു, എവിടെയും കണ്ടില്ല. പരിഭ്രാന്തയായ ആ മാതാവ് എല്ലാവരോടും തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് തിരക്കി. ദുഃഖം സഹിക്കാതെ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു. യാക്കൂബ് നബി ഇസ്ലാമിനിക്ക് ദുഃഖം തോന്നി. താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ബോധ്യമായി. പശ്ചാത്താപവിവശനായ നബി തൻ്റെ പാപങ്ങൾ പൊറുക്കുവാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ യാക്കൂബ് നബിയുടെ പശ്ചാത്താപ പ്രാർത്ഥനയേക്കാൾ പുത്രദുഃഖത്താൽ പിടയുന്ന ആ മാതാവിൻ്റെ വേദനയ്ക്ക് വില കൽപ്പിച്ചു. ആ മാതാവിൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നതുവരെ അതേ പുത്രദുഃഖം നബിയും അനുഭവിക്കുമെന്നും അള്ളാഹു നബിയെ അറിയിച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ആ ദുഃഖവും നബി മറന്നു കഴിഞ്ഞിരുന്നു. യൂസുഫിനെയും ബിന്യാമീനെയും ലാളിച്ച് നബി ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടി. മറ്റുള്ള കുട്ടികളോടൊപ്പം ആടിനെ മെക്കുവാനോ മറ്റുള്ളവരോടൊപ്പം ആടിപ്പാടി നടക്കുവാനോ നബി ഇരുവരെയും അനുവദിച്ചില്ല. യൂസുഫിനോടും ബിന്യാമിനോടും കാണിക്കുന്ന അമിത സ്നേഹവും വാത്സല്യവും കണ്ട് ബാക്കി 10 പുത്രന്മാർക്കും അമർഷം ഉളവായി. എന്നാൽ അതവർ പുറത്ത് കാണിച്ചില്ല. പ്രകടിപ്പിച്ചാൽ അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. ലിയായും യാക്കൂബ് നബിയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുമെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു. ഒരു ദിവസം പതിവ് പോലെ യൂസുഫ് തൻ്റെ പിതാവിനോടൊന്നിച്ച് ഉറങ്ങുവാൻ കിടന്നു. ആ ഉറക്കത്തിൽ കുട്ടിയായ യൂസുഫ് വിചിത്രമായൊരു സ്വപ്നം കണ്ടു. ആകാശത്ത് കത്തിജ്വലിച്ചു നിന്ന സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വണങ്ങുന്നു.
ഈ വിചിത്രമായ സ്വപ്നം കണ്ട ആ ബാലൻ ഞെട്ടി ഉണർന്നു. ഭയത്തോടെ തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പുത്രനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം വിവരങ്ങൾ അന്വേഷിച്ചു. തനിക്കുണ്ടായ ഭയാനകരമായ സ്വപ്നം പിതാവിനോട് വിവരിച്ചു. സ്വപ്നവൃത്താന്തം അറിയിച്ച യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖം പ്രസന്നമായി. അദ്ദേഹം വാത്സല്യത്തോടെ യൂസുഫ് നബിയുടെ കവിളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് യൂസുഫിനോട് പറഞ്ഞു, മകനെ, നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിൻ്റെ മാതാപിതാക്കളാണ്. 11 നക്ഷത്രം നിൻ്റെ സഹോദരങ്ങളും. എല്ലാം ഒരു നാൾ നിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് നീ കണ്ട സ്വപ്നത്തിൻ്റെ സാരം. അതിനാൽ എൻ്റെ മകൻ ഭയപ്പെടേണ്ട. എന്നാൽ നീ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ചോ അതിന് ഞാൻ തന്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ നിൻ്റെ സഹോദരങ്ങളെയോ മറ്റുള്ളവരെയോ അറിയിക്കരുത്. അത് നിനക്ക് അപകടമാണ്. പിതാവിൻ്റെ നിർദ്ദേശം യൂസുഫ് അംഗീകരിച്ചു. അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു. എന്നാൽ അവിടെ നടന്ന സംഭാഷണമെല്ലാം അടുത്ത മുറിയിലുണ്ടായിരുന്ന ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വപ്ന വ്യാഖ്യാനം കേട്ട ലിയയുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു. അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകളും ഉയർന്നു. അസ്വസ്ഥമായ ചിന്തകളാൽ ലിയ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. പ്രഭാതമായ ഉടൻ മൂത്തപുത്രന്മാരായ റൂബിലിനെയും ഷമ്മേനെയും യഹൂദയെയും അരികിൽ വിളിച്ച് യൂസുഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ചും അതിന് പിതാവ് നൽകിയ വ്യാഖ്യാനത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങൾ അറിഞ്ഞ റൂബിലിൻ്റെ മുഖം കോപത്താൽ ചുവന്നു തൊടുത്തു. എന്ത്? നമ്മൾ എല്ലാം യൂസുഫിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരുമെന്നോ? ഇല്ല, ഇത് കള്ളമാണ്, ചതിയാണ്. പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടാകുവാൻ അവൻ നെയ്തെടുത്ത കള്ളക്കഥയാണിത്. അവൻ്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു. ഈ വിധം മുന്നോട്ട് പോയാൽ പിതാവിന് നമ്മോട് അല്പം പോലും സ്നേഹമില്ലാതാകും. ഒരു പക്ഷേ അദ്ദേഹം നമ്മെ വെറുക്കുവാൻ സാധ്യതയുണ്ട്. ഇല്ല, അതിനനുവദിക്കാൻ പാടില്ല. അവൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ. പ്രതികാരദാഹികളായി തീർന്ന അവർ തങ്ങളുടെ മറ്റ് സഹോദരങ്ങളെ രഹസ്യമായി ഒരുമിച്ച് കൂട്ടി യൂസുഫിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി. പലരും പല മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. അവസാനം ഷമ്മേൽ എന്ന സഹോദരൻ പറഞ്ഞു, യൂസുഫിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിയൊരു വഴി ഞാൻ പറയാം. ഷമ്മേൽ പറഞ്ഞു, യൂസുഫിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. കളിക്കാനാണെന്ന് പറഞ്ഞ് യൂസുഫിനെ നമുക്ക് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ വെച്ച് ആരും അറിയാതെ യൂസുഫിനെ ഇല്ലാതാക്കാം. ഇത് കേട്ട യഹൂദ പറഞ്ഞു, ഷമ്മേൽ, പിതാവ് യൂസുഫിനെ നമ്മോടൊപ്പം കാട്ടിലേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് വഴിയുണ്ട്. യൂസുഫിൻ്റെ സമീപത്ത് നിന്ന് പലവിധ കളികളിൽ ഏർപ്പെടാം. അത് കാണുമ്പോൾ നമ്മളോടൊപ്പം കാട്ടിൽ വരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും. അവൻ്റെ ആഗ്രഹത്തിന് പിതാവ് ഒരിക്കലും എതിർ പ്രവർത്തിക്കുകയുമില്ല. ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. അവർ യൂസുഫിന് ചുറ്റും നിന്ന് പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം കണ്ട് യൂസുഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ കാട്ടിൽ നാടിനെ മേക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള വിനോദങ്ങൾ ഏർപ്പെടാറുണ്ടോ? കൊള്ളാം, അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കാട്ടിൽ വന്ന് നോക്കൂ. അപ്പോൾ കാണാം കാട്ടിലെ വിനോദം. ഇത് കേട്ട യൂസുഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നാളെ നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിതാവ് ഞങ്ങളോടൊപ്പം വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യൂ, ആദ്യം പിതാവിൽ നിന്ന് നീ തന്നെ സമ്മതം മേടിക്കൂ. അപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അവർ യൂസുഫിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പിതാവിൻ്റെ അരികിലേക്ക് ഓടി. യൂസുഫിന് പിതാവ് വാത്സല്യപൂർവ്വം എടുത്ത് മടിയിലിരുത്തി. എന്താ മോനെ? ബാവ, ഞാനൊരാഗ്രഹം അറിയിച്ചാൽ അങ്ങ് അനുവാദം നൽകിടുമോ? എന്താണ്? എൻ്റെ മകൻ്റെ ഏതൊരാഗ്രഹവും നിറവേറ്റിത്തരുവാൻ ഈ പിതാവിന് സമ്മതമാണല്ലോ. ബാവ, നാളെ ജ്യേഷ്ഠന്മാരുമൊത്ത് കാട്ടിൽ നാടുമേക്കാൻ പോകുവാൻ എനിക്കും അനുവാദം നൽകണം. ഇത് കേട്ട യാക്കൂബ് നബി ഇസ്ലാമിൻ്റെ മുഖം വാടി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അവരോടൊന്നിച്ച് നീ പോകണ്ട ബാവ, അവരുടെ കളികൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. കാട്ടിലും അവർ ഇതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു. മോനെ, കളിക്കുമ്പോൾ അവർക്ക് കളിയുടെ ചിന്ത മാത്രമേ കാണൂ. കാട്ടിൽ വെച്ച് എൻ്റെ മകന് എന്തെങ്കിലും അപകടം പിണഞ്ഞാൽ ഈ ബാവയ്ക്ക് സഹിക്കുവാൻ കഴിയില്ല. ബാവ അവൻ്റെ സഹോദരങ്ങളല്ലേ, ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല. അനുവാദം നൽകൂ ബാവ. പുത്രൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എതിർത്ത് പിന്നെ ഒന്നും പറയുവാൻ വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം അനുവാദം നൽകി. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.